അറബി മലയാള സാഹിത്യത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കാവ്യമാണ് മുഹ്യിദ്ദീൻ മാല. 1772 ജനിച്ച ഖാളി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് പ്രശസ്ത ഗ്രന്ഥകാരനും പണ്ഡിതനുമായിരുന്നു. അവിടുത്തെ കരങ്ങളാൽ വിരചിതമായ മുഹ്യിദ്ദീൻ മാല. മുഹ്യിദ്ദീൻ മാല കേവലം ഒരു ചരിത്ര കാവ്യമല്ല, മറിച്ച് അതൊരു പുരുഷായുസിന്റെ അവദാനങ്ങളാണ്, ഒരു ചരിത്ര പുരുഷന്റെ മഹത്വങ്ങളാണ്. കേരളക്കര പാരമ്പര്യമായി സ്മരിച്ചു പോകുന്ന, കേരളക്കര പാരമ്പര്യമായി ഓർത്തുവരുന്ന ലോകത്തുള്ള ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അവദാനങ്ങൾ. ആ മുഹ്യിദ്ദീൻ മാലയിലെ ഒരല്പം നമുക്ക് ഗ്രഹിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നബികളും ഓരോ നബി വശി, ഞാൻ എൻ്റെ സീബാവേ കൈവശി എന്നോവർ. എല്ലാ നബിമാരും എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരുടെ പിന്തുടർച്ചക്കാരാണ്. ഞാൻ എൻ്റെ ഉപ്പാപ്പ കൂടിയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്തുടർച്ചയിലാണ് ഞാൻ വരുന്നത്. എൻ്റെ മുരീദുകൾ തൗബയിലെണ്ണിയേ എന്നും മരിക്കരുതെന്ന് കൊതിച്ചോവർ. ഈ വരികൾ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ മുരീദുമാരോടുള്ള അതിയായ സ്നേഹമാണ്. എൻ്റെ മുരീദന്മാരാരും തന്നെ മുസ്ലിം ആയിട്ടല്ലാതെ ഈമാനോടുകൂടെ ഇല്ലാതെ മരിച്ചു പോവരുത് എന്ന അവിടുത്തെ ഉള്ളിൽ നിന്ന്, ഹൃദയാന്തരങ്ങളിൽ നിന്ന് വരുന്ന അതിയായ ആഗ്രഹത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അവിടുന്ന് പറയുമായിരുന്നു, എൻ്റെ മുരീദന്മാര് ആരും തന്നെ, ഒരാളും തന്നെ ഈമാനോടുകൂടെ മരണപ്പെടില്ല എന്ന് എൻ്റെ റബ്ബ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന്. അതിനെ കബൂലാക്കിയാനെന്ന് ചൊല്ലിയോർ അവരുടെ ഉസ്താദ് ഹമ്മാദ് എന്നോവർ. ഈ പറഞ്ഞ വാഗ്ദാനത്തെ, ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനത്തെ സാധൂകരിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട അവരുടെ തന്നെ ഉസ്താദായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു ആണ് ഈ വാക്കുകളെ സാധൂകരിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യൻ ജിലാനി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അവരുടെ മുരീദന്മാരുടെ വിഷയത്തിൽ റഹ്മാനായ റബ്ബ് വാക്ക് നൽകിയിരിക്കുന്നു, അവരൊരിക്കലും ഈമാനോടുകൂടെ അല്ലാതെ ഈ ഭൂമുഖത്ത് നിന്നും വിടവാങ്ങില്ല എന്ന്. കൺകൂടാ വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ ഫോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. തീർന്നില്ല, റഹ്മാനായ റബ്ബ് ഷെയ്ഖ് അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ. കൺകൂടാ വട്ടത്തിൽ നിന്റെ കാഴ്ച എത്തുന്ന ഒരു ദൂരമുണ്ടല്ലോ, നിനക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ദൂരം, ആ ദൂരത്തോളം നിന്റെ മുരീദുമാരെ അണിനിരത്തിയാലും അത്രയും പോന്ന മുരീദുകൾക്ക് സ്വർഗപ്രവേശനം ഞാൻ നൽകാം എന്ന് റഹ്മാനായ റബ്ബ് അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് വാഗ്ദാനം നൽകുകയാണ്. നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. തീരുന്നേയില്ല. റഹ്മാനായ റബ്ബ് ഒരു വലിയനെ, അലാ ഇന്ന ഔലിയ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നല്ലേ നാം പഠിച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ഒരു വലിയ സ്നേഹവും ഭാഷണവും റഹ്മാനായ റബ്ബ് നിറയ്ക്കുന്നു. ഒരു വലിയനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതോടുകൂടി ഈ ഭൂമുഖത്തും ഭൗതികമായുള്ളതും പരലോകത്തുള്ളതുമായ മുഴുവനും റഹ്മാനായ റബ്ബ് നൽകുന്നു. നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മലക്ക് പറയുന്നതായി കാണാം. അവിടുത്തെ നരകത്തെ കാണിക്കുന്ന ലിസ്റ്റ്, നരകത്തിൽ തൻ്റെ മുരീദാരും ഇല്ല എന്ന് കണക്കാക്കുന്ന, എന്ന് സാധൂകരിക്കുന്ന, ആധികാരികതയോടെ അടിവരയിടുന്ന ഒരു റിക്കാർഡ് ബഹുമാനപ്പെട്ട ജിലാനി റളിയല്ലാഹു അൻഹുവിനെ നൽകിയതായിട്ട് ബഹ്ജയിൽ കാണാം. എൻ്റെ കോടിൻ്റെ കീഴ് എല്ലാ വലികളും എൻ്റെ മുരീദിന്
ഞാൻ ഷാഫിഉന്നോവർ. ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ഞാൻ ഉയർത്തുന്ന കുടിക്ക് കീഴിലാണ്. ആ ഔലിയാക്കൾ എന്നെ ഭൗതിക ലോകത്ത് ആരാണോ എൻ കൂടെ നിന്നത്, എന്നെ തുണച്ചത്, എന്നോടൊപ്പം ചേർന്ന ഔലിയാക്കൾ, ആ ഔലിയാക്കളെ ഞാൻ ആഖിറത്തിൽ വെച്ചും പിന്തുണയ്ക്കും, അവരെ സഹായിക്കും, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുകയാണ്. ഇവയെല്ലാം അടിവരയിടുന്നത്, ഇവയെല്ലാം ചേർത്ത് വെൽക്കുന്നത് ബഹുമാനപ്പെട്ടവർക്ക്, ബഹുമാനപ്പെട്ട ജീലാനി റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ മുരീദന്മാരോട്, അവർ സ്നേഹിച്ചവരോട് അതിയായ താല്പര്യവും അവരെ കൈവിട്ടുകൂടാ, അവർ എൻ്റെ മുരീദന്മാരാണ് എന്ന ഉൾച്ചിന്തയുമാണ്. ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ചേനോ എന്ന് പറഞ്ഞോവർ. ഹല്ലാജെ കൊല്ലുന്നാൽ ഔലിയാക്കൾക്ക് ബാധിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ. അവർ അള്ളാഹുവിലേക്ക് ആത്മീയമായി അടുക്കുമ്പോൾ ഭൗതികമായ ചുറ്റുപാടുകളെ മറക്കുകയും ഭൗതിക ലോകത്തെ വാഗ്ദാനങ്ങളും നിയമങ്ങളും ഭൗതിക ലോകത്തെ സ്ഥിതിഗതികളെക്കുറിച്ചും ഭൗതിക ലോകത്തെ നടപ്പുരീതികളെക്കുറിച്ചും ഔലിയാക്കൾ മറന്നുപോകുന്ന മജ്ദൂബാവുക എന്ന് പറയുന്ന ഒരുതരം മാനസികാവസ്ഥയുണ്ട്. ഇത് ഔലിയാക്കൾ വന്നു ചേരുന്ന മാനസികാവസ്ഥയാണ്. ഒരു തരത്തിൽ വിമർശിക്കപ്പെടുകയോ അവരെ മാറ്റി നിർത്തപ്പെടുകയോ അവരെ അവഗണിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യരുത്. അത്തരത്തിൽ മജ്ദൂബായ വലിയായിരുന്നു ബഹുമാനപ്പെട്ട ഹല്ലാജിതങ്ങൾ. ഈ ഹല്ലാജിതങ്ങൾ ഭൗതികമായ വിഷയത്തിൽ ഇടപെടുമ്പോൾ എന്തോ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ തക്കത്തിൽ ശേഷിയുള്ള ഏതോ ഒരു തെറ്റ് പറഞ്ഞു എന്ന കാരണത്താൽ ആ നാട്ടിലെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹല്ലാജിതങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന സമയത്ത് ഞാൻ അക്കാലത്തുണ്ടായിരുന്നുവെങ്കിൽ അവർ കൈപിടിച്ചേനോ എന്ന് പറഞ്ഞോവർ. ഞാൻ അവരുടെ കൈപിടിച്ച് അവരുടെ മജ്ദൂബിയത്തിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും മറിച്ച് അവരുടെ വധശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇവയെല്ലാം അടിവരയിടുന്നത്, ഇവയെല്ലാം ചേർത്ത് വെക്കുന്നത് ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ്. ബഹുമാനപ്പെട്ടവരുടെ മുരീദന്മാരോടുള്ള അതിയായ സ്നേഹം, കൽബിനകത്ത് മുരീദിനോടുള്ള അതിയായ സ്നേഹം, ആ സ്നേഹം ഒരർത്ഥത്തിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനുള്ളതല്ല. ഭൗതികമായ സ്നേഹമല്ലല്ലോ, ഭൗതികമായി ഉപകാരപ്പെടുന്ന സ്നേഹമല്ലല്ലോ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും ആവശ്യം. ഭൗതികമായിട്ടും പരലോകത്തും ഉപകാരപ്പെടുന്ന സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും മാത്രമേ ഒരു മുഅ്മിനായ മനുഷ്യന് കാര്യലാഭമുള്ളൂ. അത്തരത്തിൽ ഔലിയാക്കളോടുള്ള സ്നേഹം, ഔലിയാക്കളോടുള്ള ബന്ധം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഔലിയാക്കളോടുള്ള ബന്ധത്തെ നിരാകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഔലിയാക്കളോടുള്ള ബന്ധത്തെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവർക്ക് എതിരെ കൃത്യമായി നമുക്ക് മറുപടി നൽകാനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ജീവിത വിശുദ്ധി കൊണ്ട് നമ്മുടെയും ജീവിതം നമ്മുമായി ബന്ധപ്പെട്ടതിലെല്ലാം റഹ്മാനായ റബ്ബ് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.